നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബേറാപ്പിളിനെ എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത്, അതിന് മുമ്പ് ബേറാപ്പിളിന്റെ പ്രത്യേകതയാണ്. പഴവർഗ്ഗ ചെടികളിലെ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ചെടിയാണ് ബേറാപ്പിള്. നട്ട് 6-ാം മാസം തൊട്ട് കായ ഉണ്ടാവും, നിറച്ച് കായ. ബേറാപ്പിളിന് പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂണിങ് ചെയ്യുന്നതിന് പകരം നമ്മളിത് ലെയറിങ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തൈയും കിട്ടും, പ്രൂണിങ് ആവുകയും. അപ്പൊ നമുക്ക് ഒരേ സമയം തൈ ഉൽപ്പാദിപ്പിക്കാം, പ്രൂണിങ്ങും ചെയ്യും. ഇങ്ങനെയുണ്ട്. ഒരു കപ്പും ഒരു പ്ലാസ്റ്റിക് കപ്പാണ്, പേപ്പർ കപ്പാണ്. പേപ്പർ കപ്പും ഒരു പ്ലാസ്റ്റിക് കവറും. ഇത് എന്തിനാണ് ഞാൻ കാണിക്കാൻ. ഒരു ബ്ലേഡും. ഇത്രയും കാര്യം നമുക്ക് ആവശ്യമുള്ളൂ. എറിയുന്ന ഭാഗത്ത് തൊട്ട് താഴ്വശം മുകൾ വശം നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇങ്ങനെ ബ്ലേഡ് വെച്ചൊന്ന് പോന്തുക, ചുറ്റും പോന്തണം. കാണിക്കത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റും തൊലിയെടുക്കാം നമുക്ക്. ഇവിടെ ഇത് ഉണക്ക് ചുറ്റും ഇങ്ങനെയൊക്കെ മുറിക്കരുത്, തൊലിക്ക് മാത്രമേ മാറ്റാവൂ. ഇങ്ങനെ ആദ്യം പിന്നെ എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചത് കണ്ടോ. ഇവിടം വരെ നമുക്ക് തൊലി ഇങ്ങനെ ഇളക്കണം. ഇത് ബേറാപ്പിളിന്റെ എയർ ലെയറിങ്ങിന് വേണ്ടി ശരിയാക്കിയിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ഇവിടുന്നാണ് വേര് വരേണ്ടത്. അതിനുണ്ട് നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാന്ന് അറിയാമോ, ഇതുകൊണ്ടൊക്കെ പച്ച തൊലി ഒട്ടും തൊലി ഇരിക്കാൻ പാടില്ല, ചുറ്റും ഇങ്ങനെ ഇടക്കണം. തൊലി ഇടയ്ക്കുള്ള ഒരു പച്ച കളറോ അതും മാറ്റണം. എന്നിട്ട് ഈ വെള്ള കളർ ആവുന്നതിന് വരെ ശരിയാക്കണം. തടിക്ക് ഇതിന്റെ കമ്പിന് ഉള്ളിലോട്ട് കേടുന്നുണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഇങ്ങനൊരു കപ്പ്, പേപ്പർ കപ്പ് കീറിയിട്ടേ നമ്മളിതിനകത്തോട്ട് കയറ്റി വെക്കണം. കണ്ടോ, ഇങ്ങനെ കാണിക്കും. കണ്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ടേപ്പ് വെച്ച് ഒട്ടിച്ചോ. അവിടെ അങ്ങ് ഇരുന്നോളാം. ഈ കപ്പ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് ഈ ടേപ്പ് ഇച്ചിരി കൂടുതലെടുക്കാം. എന്നിട്ട് അടിയിലോട്ട് കൂടെ കുത്തിക്കണം. അടി വരെ നമ്മളെ കീറിയിട്ടുണ്ടല്ലോ, അപ്പൊ അടി വരെ ഇത് ഇനി ടേപ്പ് കപ്പ ഇടയിപ്പോയി. ഇത് ഫിക്സായി. ഇതിനകത്തേക്കാണ് മണ്ണല്ല ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഏകദേശം പുട്ടുപൊടിയുടെ അതേ ഷേപ്പിൽ, അതാണ് തൊട്ടാനിട്ട് ഇങ്ങിരിക്കും, നനവുണ്ട്. ആ ഷേപ്പ് പരുവത്തിലാക്കി നമുക്ക് ഇതിനകത്ത് നിറച്ചു വെക്കും. ഇനി ഇത് നമുക്ക് ഇതിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവർ, ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് കവർ കെട്ടി കോട്ട് ചെയ്യാം. അടിയിലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇടും. ആ കവർ ഒന്ന് ചെറുതായിട്ട് കീറണം, കീറിയാൽ മാത്രമേ വെക്കാൻ പറ്റും. നമുക്ക് ഇതിനിങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് ഇത് കെട്ടി. ഇവിടെ കമ്പ് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇത് കമ്പിന് കട്ടി കുറവാണ്, കട്ടിയുണ്ട്, പക്ഷെ അപ്പോൾ ഞാനുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കും, നല്ല ടൈറ്റ് ചെയ്ത് കെട്ടുക, താപ്പോട്ട് പോകരുത്. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് അങ്ങ് കെട്ടി ഇവിടെ അങ്ങനെ നോക്കും. ആണ് പിന്നെ ബേറാപ്പിളിൽ എയർ ലൈൻ ചെയ്യുന്നത്. എയർ ലൈൻ വഴി തൈ ഉണ്ട് ഉത്പാദിപ്പിക്കും. പ്രൂണിങ് നടക്കും, എയർ തൈ ഉണ്ട് ഉത്പാദിപ്പിക്കും. ബാക്കിയുള്ള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറിക്കാം. അവിടെ ഇരുന്നത് ഏകദേശം ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് വേര് നന്നായിട്ട് വേര് വന്ന ശേഷം മാത്രമേ ഇവിടെ ഈ അടി വെച്ച് കട്ട് ചെയ്ത് നടക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.